സ്ത്രീകളെ മിക്ക പുരുഷന്മാരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് അതിന് പിന്നിലെ കാരണങ്ങൾ? എങ്ങനെ ഇതിന് ഒരു മാറ്റം വരുത്താം? മിക്ക സ്ത്രീകളും അവഹേളിക്കപ്പെടുന്നു. സംശയം, പുരുഷന്റെ അധീനതയിൽ കൊണ്ടുവരുത്തിക്കുക, ഡൊമസ്റ്റിക് വയലൻസ്, വെർബൽ അബ്യൂസ്, ബോഡി ഷെയ്മിംഗ്, വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ, മരൈറ്റൽ പ്രഷർ, ഇങ്ങനെ ചില പുരുഷന്മാരിൽ നിന്നെങ്കിലും സ്ത്രീകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വാസ്തവമാണ്. സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണ്, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ഇത്തരം പഴയ ചിന്താഗതികൾ ചില പുരുഷന്മാരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. റെസ്പെക്ട് എന്നത് ഒരു സ്ത്രീക്ക് അവകാശമുള്ള ഒരു കാര്യമാണ്. എല്ലാ പുരുഷന്മാർക്കുമല്ല, ചില പുരുഷന്മാർക്ക് ഇത്തരം ചിന്താഗതികൾ, അതായത് സ്ത്രീകൾ അവരുടെ അധീനതയിലുള്ളവരാണ്, തങ്ങൾക്ക് താഴെയുള്ളവരാണ് എന്നൊരു ചിന്താഗതി ഇന്നും നിലനിന്ന് പോകുന്ന ചില പുരുഷന്മാരെങ്കിലും ഉണ്ട്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല, ഇതിൽ നിന്നും എങ്ങനെ ഓരോ സ്ത്രീക്കും മുക്തി നേടാം, അതായത് ഇതിന് എങ്ങനെ ഒരു മാറ്റം വരുത്താം എന്നത് ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത്തത് പുരുഷാധികാര ചിന്ത. അതായത് ഇത്തരം ചിന്താഗതിക്കാർ വിചാരിക്കുന്നത് ഭാര്യ എന്നത് തനിക്ക് താഴെ ഉള്ളതാണ്, അതായത് താനാണ് വീട്ടിലെ രാജാവ്, അല്ലെങ്കിൽ താനാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്, അതിനുശേഷമുള്ളതാണ് ഭാര്യ, അവൾക്ക് അവകാശങ്ങൾ കുറവാണ് എന്ന് ചിന്തിക്കുന്ന ഇത്തരം പുരുഷന്മാരാണ്. രണ്ടാമത്തതായി അവിശ്വാസവും നിയന്ത്രണ സ്വഭാവവും. അതായത് ഇത്തരക്കാരുടെ ഉള്ളിൽ തൻ്റെ പാർട്ട്ണർ തന്നെ മറികടന്ന് വലിയ ഒരാളാകുമോ, അല്ലെങ്കിൽ അവൾ വേറൊരാളെ ഇഷ്ടപ്പെടുമോ എന്നൊരു ഉൾഭയം കാണും. ഇത്തരക്കാർ തൻ്റെ പാർട്ട്ണറെ കൺട്രോൾ ചെയ്യുന്ന രീതികൾ പലവിധമാണ്. ഇത് അവരുടെ ഫോൺ പരിശോധിക്കുക, അവരെ ഇൻസൾട്ട് ചെയ്യുക, അവരെ ഭീഷണിപ്പെടുത്തുക, സംശയം തോന്നി ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക, അവരുടെ ഫ്രീഡം നിരസിക്കുക. അതുമാത്രമല്ല, അവരുടെ ഫോൺ ബിസി ആണോ എന്നറിയാനായി ഇടയ്ക്കിടയ്ക്ക് മിസ് കോൾ ചെയ്ത് നോക്കുക. ഇത്തരക്കാർ തങ്ങളുടെ പാർട്ട്ണറെ റെസ്പെക്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇൻസെക്യൂരിറ്റിയാണ്. അതായത് അവർ ഉള്ളിൽ വളരെയധികം വീക്കാണ്. ഇതൊരു തരം ഇൻസെക്യൂരിറ്റി പ്ലസ് കൺട്രോൾ ബിഹേവിയർ ആണ്. മൂന്നാമത്തെ കാരണം എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ സിസ്റ്റം ലാക്കിംഗ്. അതായത് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവനെ ചിലപ്പോൾ അവരുടെ സ്കൂളിൽ, അതായത് ഇക്വാലിറ്റി, അതായത് സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നൊരു പാഠം അവൻ്റെ സ്കൂളിൽ നിന്നും എഡ്യൂക്കേഷനായി കിട്ടിക്കാണും. പക്ഷേ മൂല്യങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ മൂല്യങ്ങൾ എപ്പോഴും കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നാലാമത്തത് ജലസി അല്ലെങ്കിൽ ഈഗോ ആയിരിക്കും. അതായത് സ്ത്രീ ശക്തയാകുമ്പോൾ അവന് അവൻ്റെ ഈഗോ താങ്ങാനാവില്ല. അഞ്ചാമത്തത് സൊസൈറ്റി പ്രഷർ. അതായത് ചിലർ പറയുന്നത് ഇപ്പോഴും കേൾക്കാറുണ്ട്, മക്കളെ അടിക്കാതെ വളർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യ ചോദ്യം ചെയ്യരുത്. അതിനൊരു എക്സാമ്പിൾ പറയാം. ജോലി സ്ഥലത്ത് സ്ത്രീകളാണ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതേ സ്ഥാനത്തിരിക്കുന്ന പുരുഷന്മാർക്ക് അവരോട് ചിലപ്പോൾ ഈഗോ തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പറയുന്നത് എല്ലാവരിലും ഉള്ളതല്ല, ചില പുരുഷന്മാരുടെ ഗുണഗണങ്ങളാണ് പറയുന്നത്. ഇനി ഒരു സ്ത്രീ സെക്കൻഡ് മാരേജ് ആണെങ്കിൽ ആ ഒരു സൊസൈറ്റി അവളെ ജഡ്ജ് ചെയ്യുന്നു. ഇനി ഒരു സ്ത്രീ സിംഗിൾ പാരൻ്റ് ആണെങ്കിൽ അവൾക്ക് അവഹേളനയും അധിക്ഷേപവും ഒരുപാട് നേരിടേണ്ടി വന്നേക്കാം. ഇനി ഇതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് ഞാൻ പറയാം. റെസ്പെക്റ്റ് ഈസ് ബേസിക് ഹ്യൂമൻ റൈറ്റ്. സ്ത്രീ ഒരു പ്രോപ്പർട്ടി അല്ല, അല്ലെങ്കിൽ അവൾ ഒരു അടിമയല്ല എന്ന വസ്തുത നാം മനസ്സിലാക്കണം. അതായത് അവളും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. കുടുംബത്തിൽ നിന്ന് തന്നെ കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. നമുക്ക് സ്നേഹമില്ലാതെ ഒരു ദിവസം ജീവിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ റെസ്പെക്റ്റ് ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഭർതൃപീഡനം നാം കാണുന്നു, ന്യൂസുകളിലും മറ്റുമായി നാം കാണുന്നു. അതായത് ഇത്തരക്കാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇതിനർത്ഥം. സ്ത്രീ ദുർബലയല്ല, അവളൊരു ശക്തയാണ്. അവളെ താഴേക്കിറക്കുന്ന മനസ്സുകളാണ് ദുർബലമായിട്ടുള്ളത്. ഈ പുരുഷന്റെ അടിമയായി, അതായത് അവൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടിൽ മാത്രമായി ഒതുങ്ങിക്കൂടേണ്ട വസ്തുവാണ് എന്ന ചിന്താഗതിയുള്ള ഒരുപാട് പുരുഷന്മാർ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയല്ല, സ്ത്രീകൾക്ക് അവരും മനുഷ്യരാണ്, അവർ അടിമകളല്ല. നിങ്ങൾക്ക് റെസ്പെക്റ്റ് അഥവാ ബഹുമാനം മറ്റുള്ളവരിൽ നിന്നും കിട്ടണമെങ്കിൽ സ്ത്രീകൾ സ്വയം ബഹുമാനിക്കണം, എങ്കിൽ സമൂഹം നിങ്ങളെ ബഹുമാനിക്കും. സ്ത്രീകൾ വ്യക്തമായ ബൗണ്ടറീസ് അഥവാ പരിധികൾ വയ്ക്കുക. അതായത് ആർക്കും നിങ്ങളെ അടിച്ചമർത്താനുള്ള അവകാശമില്ല. അപമാനിക്കുകയോ നിയന്ത്രിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നവരോട് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. അതായത് അത്തരക്കാരോട് പറയുക, ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയാൽ പോലും നിങ്ങളത് പറയേണ്ടതാണ്.
സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക, അതായത് സ്വന്തമായി വരുമാനമുള്ളൊരു സ്ത്രീ പകുതി അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടും. അതായത് അവൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീ സപ്പോർട്ട് സിസ്റ്റം സഹായത്തിനായി തേടുക. അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിശ്വാസമുള്ള ഒരാളായിട്ടോ അല്ലെങ്കിൽ കൗൺസിലറായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസനീയമായ ഒരു സുഹൃത്തിനോടോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നിങ്ങൾക്കതിനുള്ള സൊല്യൂഷൻസും അതിനോടൊപ്പം നിങ്ങളുടെ മാനസിക റിലാക്സേഷനും അത് നല്ലതായിരിക്കും. ഈ ചില പാർട്ട്ണർ ചീത്ത വിളിക്കുന്നു, അവഹേളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അത്തരക്കാരോട് നിങ്ങൾക്ക് തുറന്നടിച്ച് തന്നെ പറയാം, ഞാൻ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല, എനിക്ക് റെസ്പെക്റ്റും സുരക്ഷയും അവകാശമാണ് എന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ധൈര്യം ആദ്യം നിങ്ങളുടെ ഉള്ളിലാണ് ഉടലെടുക്കേണ്ടത്. എനിക്ക് കഴിയില്ല എന്ന് പറയുന്നിടത്ത് മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതിനു പകരം നിങ്ങൾ എനിക്ക് കഴിയും എന്ന് പറഞ്ഞു നോക്കൂ. ഈ ലോകം തന്നെ നിങ്ങൾക്കായി വഴിമാറും. പുതിയൊരു വീഡിയോയുമായി കാണാം.